ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. അപ്പം നല്ല ഒരു പ്രഭാതം നേരുകയാണ്. ഞാൻ ഇന്ന് പറയുന്നതേ, ഒരു വ്യക്തിയെ വ്യക്തമായ കാരണമില്ലാതെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ചിലർ ശ്രമിക്കും. അതിൻ്റെ സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാൾ നല്ല മനുഷ്യനായിരിക്കും, മനസ്സിലാവുന്നു. പക്ഷേ ചിലർ പറയും അവർ കൊള്ളില്ല, അവരിങ്ങനെ എന്ന് പറയുന്നതിൻ്റെ കാരണം, അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതിൻ്റെ കാരണമാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ അയാൾ നല്ല വ്യക്തിയാണ്, പക്ഷേ ആരോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് അയാളെ കാണാത്തവർ പോലും അയാൾ എന്തോട് പറയുന്നത് അയാൾ കൊള്ളത്തില്ലെന്ന് പറയും. ഈ കാഴ്ചപ്പാട് അതിന് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമൊക്കെ ഞാൻ പിന്നെ പറയാം. അതൊക്കെ വെച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കഴിഞ്ഞൊരു ദിവസം ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നു, അച്ഛനെ പറ്റി അവന്മാർ എന്നോട് പറഞ്ഞിരുന്നൊന്നും അല്ലല്ലോ അച്ഛൻ, ഞാൻ അച്ഛൻ്റെ അടുത്ത് വരാൻ ലേറ്റായിപ്പോയെന്ന് പറഞ്ഞ ഒരു മനോഭാവം. ഓക്കെ, അപ്പോൾ ഒന്ന് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന് കൂട്ട മനോഭാവമാണ്. ഒരുത്തന് നമ്മളോട് ഒരു താല്പര്യം ഇല്ലെങ്കിൽ അവൻ ഒരു കഥ ജനിപ്പിച്ചങ്ങ് വിടും. അത് സമൂഹത്തിൽ കൂട്ടമായ ഒരു ഹെർഡ് മെന്റാലിറ്റി ആയി മാറും. ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ അങ്ങ് ചിന്തിക്കുക, മനസ്സിലാവുന്നു. യഥാർത്ഥത്തിൽ അത് യാഥാർത്ഥ്യമല്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മുൻവിധിയാ. എന്ത് ചെയ്യുന്നു? മുൻവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതുപോലെ തന്നെയാണ്. അതായത് നേഹയെ പറ്റി അല്ലെങ്കിൽ നീയായെ പറ്റി മുൻവിധി, നേഹ ഇങ്ങനെയാണ്, ഈ ഒരു ബോധം അങ്ങ് മനസ്സിൽ കയറി ഇരിക്കുക. യഥാർത്ഥത്തിൽ നേഹ അങ്ങനെയല്ല. ചില മുൻവിധികൾ സമൂഹത്തിൽ ഓരോരുത്തരെ പറ്റി, പക്ഷെ അയാളെ പറ്റി അറിയുന്ന പോലും ഇല്ല, അവര് പരിചയപ്പെട്ടിട്ട് പോലും ഇല്ല, അവരങ്ങ് മുൻവിധിയോടെ പറയുക. ഇതൊരു സൈക്കോളജിക്കൽ മാനദണ്ഡമാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺഫർമേഷൻ ബയാസ് എന്നുണ്ട്. അതായത് എന്തു പറയുന്നേ, ഒരു സ്ഥിരീകരണം അങ്ങ് ചെയ്യുക, ഇതങ്ങ് ചിന്തിച്ചു കൂട്ടി വെക്കുക. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരാളെ പറ്റി ഒരു മോശം ധാരണ വന്നു. ഓക്കെ, മനസ്സിലാവുന്നോ? ഒരാളെ പറ്റി ഒരു മോശം ധാരണ വന്നാൽ ആ കാര്യം ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചിന്തിക്കത്തില്ല, മനസ്സിലാവുന്നോ? അന്നേരം ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ വെച്ച് അതങ്ങ്, ഇനി അയാളുടെ നേച്ചർ മൊത്തം ഈ സ്ഥിരീകരണം ഇത് വെച്ചിട്ട് അങ്ങ് പോകും. ഐഡിയ കിട്ടിയോ? അന്നേരം ഈ അങ്ങനെ വെച്ചങ്ങ് അംഗീകരിക്കും. അതവൻ അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടാവും. സ്ഥിരീകരണ പക്ഷപാതം എന്ന് പറയുന്നത് അങ്ങനെയാ. സ്ഥിരീകരണ പക്ഷപാതം എല്ലാം അങ്ങനെ തന്നെയാണെന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ അടുത്ത പോയിന്റ് പറഞ്ഞാൽ ബലിയാടാക്കുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ അങ്ങ് ബലിയാടാക്കി, അതാണ് അവര് അങ്ങനെ സമൂഹത്തിൽ അവരങ്ങ് ഒറ്റപ്പെട്ടു പോകുന്നു. അതും ഒരു മുൻവിധിയുടെ ഒരു ഇതാണ്. പിന്നെ വേറൊരു പ്രശ്നം, നിങ്ങളെ ആൾക്കാർ മാറ്റി നിർത്തുന്നെങ്കിൽ വേറൊരു കേസ് എന്ന് അസൂയ. അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന്. അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? നിങ്ങളെ പറ്റി മോശം പറയുകയും നിങ്ങളെ വെറുക്കുകയും ചെയ്യും. നിങ്ങളോട് അസൂയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അവൻ തന്നെ അങ്ങ് ഉണ്ടാക്കി വെക്കുക. അതിൻ്റെ കാരണം ഞാൻ ഇതെല്ലാം പോയിന്റ്സ് കുറച്ചുകൂടെ ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് പറയാം. പിന്നെ മനസ്സിലായോ? പിന്നെ അയാൾക്ക് നമ്മളോടെന്ന് പറഞ്ഞാൽ എന്തുവരെന്ന് പറഞ്ഞേ, അസൂയ. പിന്നെ വേറൊരു കാര്യം എന്തെന്നറിയാം, വ്യത്യസ്തപരമായി നേഹമോളിപ്പോൾ ചെയ്യുന്നു. നമ്മളിപ്പോൾ രാവിലെ നടക്കുന്നു, ഇതൊരു വ്യത്യസ്തതയാണ്. എല്ലാവരും ഫാമിലി, അപ്പം വ്യത്യസ്തതയോടുകൂടി ഒരു കാര്യം ചെയ്യുന്നതിനോടുള്ള ഭയം, അതും ഒരു പ്രശ്നം വെറുക്കുന്നതിന്. യവനെ കൊണ്ട് വലിയ ശല്യമായത്, മനസ്സിലാവും. എല്ലാ ദിവസവും രാവിലെ കഴിഞ്ഞിട്ട് നാക്കുക. വ്യത്യസ്തതയോടെ ഉള്ള ഒരു ഭയം, നമ്മൾ ചെയ്യുന്ന ഒരു വ്യത്യസ്തതയുണ്ടല്ലോ, ഫിയർ ഓഫ് ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അത് അസൂയ ഒരു എൻവി എന്ന് പറയുന്ന ഒരെണ്ണം വേറൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സ്ഥിരീകരണ പക്ഷപാതം പറഞ്ഞു, അതായത് ഒരു കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞു. പ്രിജുഡൈസ് ചെയ്യുക, മുൻവിധിയോട് പറയുക. അതുപോലെ തന്നെ പപ്പ എന്തുവരെന്ന് പറഞ്ഞേ, ഹേർഡ് മെന്റാലിറ്റി, കൂട്ട മനോഭാവം, മനസ്സിലാവുന്നു. പിന്നെ അടുത്ത് എന്തോന്ന് ചോദിച്ചാൽ, ഇപ്പൊ എന്തോ പറഞ്ഞേ പപ്പ, എന്തോ പറഞ്ഞേ, വ്യത്യസ്തതയോടുകൂടി അസൂയ. വ്യത്യസ്തതയോട് നേഹ വ്യത്യസ്തതയാണ്. ഇപ്പോൾ ഉള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നു, പറയുന്നു, അതിനോടൊരു അസൂയ. അതുകൊണ്ട് മൂലം നിങ്ങൾ മോശമാണെന്ന് പറഞ്ഞു വരുത്തും. ആണോ? അപ്പൊ ഇതൊന്നും കേട്ട് ഭയപ്പെടാതിരിക്കാൻ പപ്പ നിങ്ങളെ പഠിപ്പിക്കുക. ആൾക്കാർ പറയും ഇങ്ങനെ പറയും, അങ്ങനെ ഇവരെ ഒന്നും നമ്മൾ അങ്ങനെ മൈൻഡ് ചെയ്യണ്ട, നന്മ ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ കമ്പാരിഷനാണ്, സാമൂഹിക കമ്പാരിഷൻ. ഇവൻ എന്തുവിടെ, ഇവൻ എന്തുവിടെ ഇങ്ങനെ, ഇവന് വല്ല അരമണിക്ക് പോയി ഇവിടെ, ഇവൻ എന്തുടെ ഇതിൻ്റെ പുറകെ നടക്കുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള കമ്പാരിഷൻസ്. കാരണം എന്താ, നീ അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല നീ പെയിൻ്റ് അടിക്കാൻ പോകാൻ പറയുന്നേ. ഇനി നീ പഠിച്ചു വല്ല IAS ആവുകയാണെങ്കിലോ
എന്ന് ഭയപ്പെട്ടിട്ട് നിന്നോട് പറയുക പെയിന്റ് പണിക്ക് പോയിക്കൂടെ എന്ന്. അന്നേരം എന്താണെന്നറിയോ, ഒരു സാമൂഹ്യപരമായ ഒരു താരതമ്യം. മനസ്സിലായോ? നമ്മളൊരു പർപ്പസ് അടിച്ച് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ ആ പർപ്പസിന് വേണ്ടി പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് നമ്മളത് ചെയ്യുന്നെങ്കിൽ അതിനകത്ത് ഒത്തിരി സ്ട്രഗിൾ ഉണ്ട്. അത് മൈൻഡ് ചെയ്യരുത്, കൃത്യമായി അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഈ സോഷ്യൽ കമ്പയറിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാവുന്നു? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ അഭ്യൂഹങ്ങളുണ്ടല്ലേ, ചുമ്മാ അഭ്യൂഹം പറയത്തില്ലേ, അഭ്യൂഹങ്ങളിലുള്ള ഒരു സ്വാധീനം ഉണ്ടാവും. ആണ്ടോ വേണമെങ്കിൽ കുറച്ചുള്ള സ്വാധീനം. എനിക്ക് 2 മതി, ഇനി വന്നിട്ട് പറിക്കാം. ഒരു കവർ എടുത്തോണ്ട് വന്നായിരുന്നു നല്ലോണം പറിച്ചോണ്ടായിരുന്നു. കഫക്കെട്ട് കൂടിയ പോലെ ഡൗട്ട്. ഇല്ല അച്ഛ ഒന്നും പറയത്തില്ല, പറിച്ചോ. ഓ കൂടെയാ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടുത്തെ എന്ത് പറഞ്ഞേ? ഓ എനിക്ക് വേണ്ട, ഇതാ അച്ഛൻ പറിക്കാതെ അവിടുത്തെ. അതെ ഞങ്ങൾ പറിക്കുമ്പോൾ ചീത്ത പറയുന്നു. വേണ്ട, അതിന് മധുരം ഇല്ലളിയാ, അച്ഛൻ അങ്ങ് തിന്നോ. അടുത്ത നെഗറ്റീവ് ബയാസ. എന്താ നെഗറ്റീവ് ബയാസ് എന്ന് പറഞ്ഞാൽ? നെഗറ്റീവ് ബയാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിനിക്ക് 100 നല്ല ഗുണങ്ങളുണ്ട്, അതിൽ നെഗറ്റീവ് ഗുണം മാത്രം എടുത്തിട്ട് അലക്കും. മനസ്സിലാവുന്നു? എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് മോശമാക്കണം സമൂഹത്തിൽ. അതിനുവേണ്ടി നിൽക്കുമ്പോൾ അയ്യോ എനിക്കറിയാമല്ലോ, 100 നന്മ ഉണ്ടായിട്ട് ഒരെണ്ണം പറഞ്ഞില്ല. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് പറയാം എനിക്കറിയാം, ഞാൻ അനുഭവസ്ഥന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ആ ഡിസിഷനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് അത് വെച്ച് അലത്തി നമ്മളെ മോശക്കാരനാക്കാൻ ശ്രമിക്കും. മനസ്സിലായോ? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. എന്ന് പറഞ്ഞാൽ എന്തുവാ? മീൻസ് നാട്ടുകാരുണ്ടാക്കുന്ന, അതായത് ഒരാൾ ഒരു വിഭാഗത്തിലുള്ളതാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞ RSSകാരനാ ഒരാൾ. ആ ഒരു RSSകാരൻ എന്തെങ്കിലും അങ്ങ് ചെയ്തെന്ന് വെച്ചു ഒരാൾ, മൊത്തം RSSകാരും അങ്ങനെയാണ്. അങ്ങനെ RSSനെ മൊത്തത്തിൽ അങ്ങ് എതിർക്കുന്ന ആൾക്കാർ. മനസ്സിലാവുന്നു? അപ്പോഴേ അവനെ അങ്ങനെ ആക്കുക. അവന് നന്മയുണ്ടോ തിന്മയുണ്ടോ, അല്ലെങ്കിൽ കോൺഗ്രസ് ആന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റ് ആന്ന് പറഞ്ഞാൽ, DYFI ആന്ന് പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെ അങ്ങ് വരുക. ഐഡിയ കിട്ടുന്നു? ക്രിസ്ത്യാനികൾ അയ്യേ അവന്മാരെല്ലാം അങ്ങനെ എന്ന് പറഞ്ഞോടങ്ങ് വെറുക്കുക. മുസ്ലിങ്ങൾ അയ്യേ അവന്മാരെല്ലാം അങ്ങനെ അങ്ങ് വെറുക്കുക. ഐഡിയ കിട്ടുന്നു? അതൊരു സ്റ്റീരിയോ ടൈപ്പിങ്ങാ. ഹിന്ദുക്കളെങ്കിൽ ഹിന്ദുക്കൾ. ഓക്കെ, മനസ്സിലായോ? ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ഒരു ആട്രിബ്യൂഷൻ എററുണ്ട്. മനസ്സിലാവുന്നു? അടിസ്ഥാനപരമായി ഒരു ആട്രിബ്യൂഷൻ പെശക് എന്ന് പറഞ്ഞാൽ എന്തോന്നറിയോ? അടിസ്ഥാനപരമായ ഒരു ആട്രിബ്യൂഷൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തുമായിരിക്കും അത്? ഞാൻ പറയാം. എന്തോന്നറിയാം? ഒരാളുടെ തെറ്റ് അത് സാഹചര്യം കൊണ്ടുണ്ടായതാണ്. പക്ഷേ യവൻ പറയാതല്ല, ഇവന്റെ ആട്രിബ്യൂഷൻ, ഇവന്റെ ജീവിതകാലം മൊത്തം ഇതാ പ്രശ്നമെന്ന് ഇങ്ങനെ പറയും. ഐഡിയ കിട്ടുന്നു? അതിനാണ് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ആട്രിബ്യൂഷൻ എറർ എന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്താണ്? ആ സാഹചര്യത്തിലാണ് അവൻ അത് പറയുന്നത്. പക്ഷെ ആ സാഹചര്യത്തിൽ പറയുന്നത് ഇവ അംഗീകരിക്കത്തില്ല. അവൻ്റെ ചിന്തയിൽ എന്താണ്? സമൂഹത്തിൽ ആ മനുഷ്യനെ അങ്ങനെ മോശക്കാരനായിട്ട് കാണുന്നതാണ് അവനിഷ്ടം. അവൻ അന്നേരം എന്ത് ചെയ്യും? അതനുസരിച്ച് ഇവൻ മോശക്കാരനാണെന്ന് വരത്തക്ക രീതിയിലുള്ള വഴി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അതിനെയാണ് ആട്രിബ്യൂഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പൊ അതാണ് വേറൊരു സൈക്കോളജി. അവൻ പിന്നൊരു സൈക്കോളജി എന്തെന്ന് വെച്ചാൽ പ്രൊജക്ഷനാ. എന്താ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താ നമ്മൾ സിനിമയിലൊക്കെ കണ്ട ഓർക്കൊന്നുമില്ല, പ്രേതത്തിന്റെ എഫക്റ്റ് വരുന്നേ. എന്തോ സംഭവം എന്നറിയാമോ? അതായത് മോക്കൊരു കുറവുണ്ട്, പഠിക്കാൻ വയ്യ. അല്ലെന്നുണ്ടെങ്കിൽ മോക്ക് അസൂയ, ഭയം, എന്തെങ്കിലുമൊക്കെ ഉണ്ട്. മനസ്സിലായോ? ഇതെല്ലാം വികാരങ്ങളും വേറൊരാളുടെ മണ്ടയിലങ്ങ് ആരോപിക്കും. എന്നിട്ട് അവനെ മോശക്കാരനാക്കും. ഇത് യഥാർത്ഥത്തിൽ ആരുടെയിലാ ഉള്ളേ? അവൻ്റെ കയ്യിലുള്ള. നീ വളരുമോ എന്ന ഭയം കൊണ്ട് നിന്നെ അങ്ങ് അടച്ചാക്ഷേപിക്കുക. ഐഡിയ കിട്ടുന്നു? അപ്പം നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ ആർന്നങ്ങ് പറഞ്ഞു പരത്തുക. അതിന് കാരണം എന്താ? നിങ്ങളോടൊരു അസൂയ, നിങ്ങൾ വ്യത്യസ്തതയായി ചെയ്യുന്നു, ഇങ്ങനെയുള്ള സംഘങ്ങൾ. അങ്ങനെ ഒരു പ്രേതം പോലെ നിങ്ങളെ അങ്ങ് മാറ്റുക ഇവർ. കാരണം യഥാർത്ഥത്തിൽ അതിന് കാരണം ഇവർ തന്നെയാണ്. ഇനി സാമൂഹികപരമായ പകർച്ച ഒരാളിങ്ങനെ പറഞ്ഞു കൊടുക്കുക, സ്നേഹമോള് കൊള്ളത്തില്ല,
അടുത്തവൻ പറയുന്നു നേഹ കൊള്ളത്തില്ല കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് അറിയാം, കണ്ടിട്ടില്ലേ. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പറഞ്ഞു മുങ്ങ് പോകുന്ന പരിപാടി. ഐഡിയ മനസ്സിലാവുന്നു? അമ്മേനെ അത് സമൂഹത്തിൽ ഒരു പാട്ടായിട്ട് അങ്ങ് മാറും. ഇങ്ങനൊരു പകർച്ച അങ്ങ് വരും. മനസ്സിലായോ? ഇതൊരു പകർച്ചവ്യാധി തന്നെയാണ്. പിന്നെ അധികാരമുള്ള വ്യക്തികളുടെ സ്വാധീനം. നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളും നല്ല അധികാരമുള്ള വ്യക്തികളും നിങ്ങളോട് സ്വാധീനം ഉണ്ടല്ലേ, നിങ്ങളെ അങ്ങ് മോശക്കാരനാക്കുവാൻ വരും. കാരണം അത് ഒരു വല്ലാത്തൊരു വിഷയമാണ്. തിരിച്ചും വരാം അങ്ങനെ തന്നെ. മനസ്സിലാവുന്നോ? അധികാരമുള്ള വ്യക്തികൾ ഒരാളെ മോശക്കാരനാക്കുകയും ചെയ്യും. ഐഡിയ കിട്ടുന്നു? പിന്നെന്ന് പറഞ്ഞാൽ ഒരു അസുരക്ഷാ ബോധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതില്ല അങ്ങനെയുള്ള ചിന്ത കൊണ്ട് അതുള്ളവനോട് എന്ത് ചെയ്യുന്നു, അങ്ങനെ ആക്കി തീർക്കുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ എക്സ്ക്ലൂഷനുണ്ട്, സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു കാഴ്ചപ്പാട്. മനസ്സിലായോ? അവനെ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവനൊരു കഴിവുള്ളവനാണ്, അതുകൊണ്ട് അവനെ സമൂഹത്തിൽ നിന്ന് എന്ത് ചെയ്യാം, ഒറ്റപ്പെടുത്താം. ഐഡിയ മനസ്സിലാവുന്നു? അങ്ങനെ യേശുവിനെ ഒറ്റപ്പെടുത്തിയ പോലെ, തള്ളിപ്പറഞ്ഞ പോലെ, ക്രൂശിച്ചതുപോലെ. ഐഡിയ കിട്ടുന്നു? അതൊരു സോഷ്യൽ എക്സ്ക്ലൂഷൻ നടത്തും. എന്നിട്ട് അവർക്ക് വ്യക്തിപരമായി, ഇപ്പം വേറൊരു കേസ് പറഞ്ഞാൽ അവർക്ക് വ്യക്തിപരമായ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് വെച്ചോ. ഒരാൾക്ക് വ്യക്തിപരമായ കുറേ നിരാശകളുണ്ട്. ഐഡിയ കിട്ടുന്നു? ആ നിരാശ എല്ലാം അവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? മറ്റൊരാളിലേക്ക് ഇറക്കി അങ്ങ് വെക്കും. എന്താ നിങ്ങളുടെ നിരാശകൾ, നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റേജ് ഫിയർ ആയിരിക്കും, അതായിരിക്കും, ഇങ്ങനെയുള്ള നൂറുകണക്കിന് പ്രശ്നങ്ങൾ കാണും. അതെന്തോ ചെയ്യും, വേറൊരാളിലേക്ക് അങ്ങ് അടിച്ച് കൈകാര്യം ചെയ്തങ്ങ് കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട് കേട്ടോ, അങ്ങനെ ചെയ്തു കൊടുക്കുന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഐഡിയ കിട്ടിയോ? വ്യക്തിപരം അങ്ങനെയും വ്യക്തികളെ എന്ത് ചെയ്യും, മോശമാക്കി എടുക്കും. പിന്നെ എന്തോ സംഭവം എന്ന് ചോദിച്ചാൽ വേറൊരു പോയിന്റ് പറയാമെന്ന് പറഞ്ഞാൽ, ഇനി ഈ ടാൽപോപ്പി സിൻഡ്രോം എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ടാൽപോപ്പി എന്തോ സംഭവം എന്നറിയാം? വിജയത്തോടുള്ളൊരു വിരോധം എന്ന് പറഞ്ഞാൽ നീ അങ്ങ് വലുതാവുന്നതിനെതിരെയുള്ള ഒരു വിരോധം. എന്തിനാന്ന് ചോദിച്ചാലൊന്നും അവർക്കറിയത്തില്ല. അവർ പറയുന്ന ഇതിനാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ്, ടാൽപോപ്പി സിൻഡ്രോം എന്ന് പറയുന്ന സാധനം. അതാണ് ടാൽപോപ്പി സിൻഡ്രോം എന്ന് പറയുന്നതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഒരു സംഭവം, തെറ്റായ ഒരു കാര്യം അതെന്ത് ചെയ്യുമെന്നറിയാമോ? അതായത് ഇലൂഷണറി ട്രൂത്ത് എഫക്റ്റ് എന്ന് പറയുന്നതാണ്. എന്തോ ഇലൂഷണറി ട്രൂത്ത് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? തെറ്റായ ഒരു വിവരം വന്നിട്ട് അതങ്ങ് ആവർത്തിച്ച് അവൻ ഇതാണെന്ന് അങ്ങ് അടിച്ചേൽപ്പിക്കും. മനസ്സിലാവുന്നോ? ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന് കാരണം. ഈ മനസ്സിലാവുന്നോ? പിന്നെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് തിരിച്ചറിയൽ. കോൺഗ്രസിൽ തന്നെ ഐ ഗ്രൂപ്പ്, എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്, സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞില്ലേ? അവൻ ഐ ഗ്രൂപ്പുകാരനായതുകൊണ്ട് എ ഗ്രൂപ്പുകാരനെ തെറ്റ്. മനസ്സിലായി? ഐഡിയ കിട്ടിയോ? ഇത്തരത്തിൽ നിങ്ങൾക്കൊരു ഐഡിയ ഇതിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടോ? ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു വ്യക്തിയെ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നത്, ഒറ്റപ്പെടുന്നു, ചുമ്മാതെ ഒറ്റപ്പെടുന്നു. അന്നേരം ഒരു വ്യക്തിയെ നമ്മൾ ഇനി മുതൽ എന്തോ ചെയ്തോണം, സമൂഹത്തിൽ ഒരാൾ മോശമായി പറഞ്ഞാൽ അവനെ പറ്റി കുറച്ചുകൂടെ ഒന്ന് പഠിച്ചോണം. കാരണം ജീസസിനെ പറ്റി മോശം പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് മരണശേഷം എല്ലാവരും പഠിച്ചു? കാരണം എപ്പോഴും നമ്മൾ ഒരാളെ പറ്റി പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവനോട് പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനോട് നേരിട്ട് സംസാരിക്കാത്തിടത്തോളം കാലം ഒരാളെ പറ്റി മോശം പറയും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്, ഒരു ബൈബിൾ വചനം പോലെ പറയാണ്, ഇവിടെ സന്നിധനല്ലാത്ത ആളെ പറ്റി സംസാരിക്കണ്ട. ഐഡിയ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? ദിസ് ഈസ് മൈ അപ്പൻ കല്ലറ. മനസ്സിലായോ? അന്നേരം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ ക്ലോസ് ചെയ്യാം. എല്ലാവർക്കും നന്മയുള്ള ഒരു ദിവസം ആശംസിക്കുന്നു. അവളേതോ ചിന്തിക്കുക, അവള് ചിന്തിച്ച് ചാകുകയാണ്. ഓക്കെ.